എല്ലാവർക്കും നമസ്കാരം. വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുണിയൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് തുണി കൊളുത്താൻ മാത്രമല്ല കേട്ടോ, നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഹെഡ്സെറ്റ് ആയിട്ട് എടുക്കുന്നത് ഇതുപോലെ കെട്ടുപിടിഞ്ഞൊക്കെ ഹെഡ്സെറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം എന്താ പറയുക നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെഡ്സെറ്റ് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് റെഡിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റുക കേട്ടോ. നന്നായിട്ട് എല്ലാം മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് ഇതേപോലെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒന്ന് കൊളുത്തി വയ്ക്കുക. നോക്കിയേ, അടിപൊളിയല്ലേ? ഇപ്പം നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആണെങ്കിലും കെട്ടുപിണയാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാനാണെങ്കിൽ എടുത്ത് വയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി ഇതുപോലൊരു ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ടൂത്ത് ബ്രഷ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ പോയിട്ട് നല്ലതുപോലെ ഉണങ്ങി ഇരുന്നോളും. ഇനി നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് തീരാറായ പേസ്റ്റ് എടുക്കുക. പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേസ്റ്റ് ഒട്ടും തന്നെ നഷ്ടമാകാതെ തന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ അച്ചാറ് ഭരണികളൊക്കെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ആ വെള്ളം വാലാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 2-3 ക്ലിപ്പ് എടുത്തിട്ട് ആ ഭരണിയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നല്ലതുപോലെ പോയിട്ട് നന്നായിട്ട് നമുക്ക് ഉണങ്ങിയും കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനൊരു ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് അലമാരയുടെ ഈ സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ID കാർഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരന്ന് കിടക്കുന്നൊക്കെ എടുത്തിട്ട് ഇതുപോലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ 2 ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ സൈഡിലെ വാളിൽ എവിടെയെങ്കിലും ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 എണ്ണം വേണം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈറ്റർ ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. ലൈറ്റർ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കത്താൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പം നമുക്കിതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ എന്ന് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാനും പറ്റും. ഇനി നമുക്കിതുപോലത്തെ 4 ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് 2 എണ്ണം ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കുക. മൂന്നാമത്തേത് എടുത്ത് ഇതുപോലെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് കുത്തി വയ്ക്കുക. ലാസ്റ്റത്തേത് എടുത്ത് ഇതുപോലൊന്ന് വെക്കുക. നമുക്ക് കാശ് മുടക്കാതെ ഒരു മൊബൈൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചിലകളാണ് എടുത്തിരിക്കുന്നത്. ഈ ഇല കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ആവണക്കിൻ്റെ ഇല. ആവണക്കെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം ഈ ആവണക്കിൻ്റെ ഇല ഞാനിങ്ങനെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നോക്കി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഞാനിതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ആവണക്കിൻ്റെ ഇലയ്ക്ക്. ഇത് ആയുർവേദത്തിൽ വേദന സംഹാരിയായിട്ടും നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സന്ധിവാതം, തലവേദന, അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന അണുബാധകൾ, മുലയൂട്ടുന്ന അമ്മമാരിലെ നെഞ്ചിടിപ്പ് എന്നിവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇല ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഇനി ഇതിലോട്ട് വേണ്ടത് പുളിയിലയാണ്. അപ്പം ഞാനത് ഒരു പിടിയോളം പുളിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുരിങ്ങയുടെ ഇലയും ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മളിത് ഈ പച്ചിലയെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കല്ലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി കിഴി കെട്ടണം. അപ്പോൾ ഇതേ ഞാൻ ഒരു വെള്ളത്തുണി എടുത്തിട്ടുണ്ട്. ഞാൻ തോർത്തിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ, ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, നമുക്ക് കൈ കൊണ്ട് തൊട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചൂട്, ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇത് കിഴി പോലെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കിഴിയൊക്കെ കെട്ടുന്നതിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. എനിക്കത് അറിയത്തില്ല, എന്നാൽ ഞാൻ അറിയാവുന്ന പോലൊക്കെ ഒന്ന് കിഴി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ ഇവിടെ താഴോട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കെട്ടിയെടുത്തപ്പോൾ ഇതുപോലാണ് കിട്ടിയത്. എങ്കിൽ മാത്രം നമുക്ക് ഈ ചൂടല്ലേ, അപ്പോൾ ഇത് കൈയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു പിടി പോലൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയെടുത്തത്. ഇനി നമ്മൾ ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്നും കൂടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത എണ്ണയുണ്ടല്ലോ, കടുകെണ്ണ, അത് അല്പം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ആ ചൂടായി വരുന്ന സമയത്ത് ഈ കിഴി അതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ചൂട് ഒന്ന് നോക്കിയതിന് ശേഷം മുട്ടുവേദനയുള്ള ഭാഗത്ത് ഇതുപോലെ നമ്മളൊന്ന് കിഴി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടുവേദനയെന്നല്ല, നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ വേദനയുണ്ടോ, സന്ധിവേദനകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് കിഴി കുത്താവുന്നതാണ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സയിലൊക്കെ കിഴി കുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിക്ക് കിഴി കുത്തിയാണെങ്കിൽ 5 ദിവസം നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ സെയിം കിഴി തന്നെ മതി. 5 ദിവസം നിങ്ങൾ ചെയ്യുമ്പം തന്നെ നല്ല വ്യത്യാസം നിങ്ങളുടെ മുട്ടുവേദനയ്ക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു കിഴി ഒന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് 5 ദിവസവും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ബോട്ടിലിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം 2 ലെയറായിട്ട് വേണം നമ്മൾ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് കൂട്ടി വേണം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒറ്റ ലെയർ തീർന്നു. ഇനി നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ലെയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഹോൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗം വെട്ടിയെടുത്തിട്ട് ഈ 2 ഹോൾസിൻ്റെയും നടുക്ക് ഭാഗം വരുന്ന ഇവിടെ ഒരു ഇതൊന്ന് ഇറക്കി വെക്കാൻ പരുവത്തിന് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഫിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇത് അപ്പം വലിപ്പം ഒരുപാടായി പോകരുത്, നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതൊന്ന് അളവൊന്ന് എടുത്ത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ഹോൾ അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ട് കറക്റ്റായിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചൂലിൻ്റെ ഈർക്കിളിയാണ്. ചൂലിൻ്റെ ഈർക്കിളി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഹോളിലൂടെ അങ്ങേ അറ്റത്ത് വരെ ഇതുപോലെ നമുക്കൊന്ന് കടത്തി വിടാം കേട്ടോ. അങ്ങനെ ഓരോ ഹോളിൽ കൂടിയും നമ്മൾ അപ്പുറം കടത്തി വെക്കുക. എന്നിട്ട് നേരെ ഒപ്പിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ആ ഒരു ലെയർ വെച്ചപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം രണ്ടാമത്തെ ലെയറും ഞാൻ ആദ്യം വെച്ചതുപോലെ തന്നെ എല്ലാ ഹോളിൽ കൂടെയും ഇത് കടത്തി വിട്ടിട്ടുണ്ട് ഈ ഈർക്കിളി. അതിനുശേഷം ഇനി നമ്മൾ ഈ നടുഭാഗം ഉണ്ടല്ലോ, നമ്മൾ അവിടെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഭാഗം സെറ്റ് ചെയ്ത് വിടാം. അവിടോട്ട് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പ് കഷ്ണം കടത്തി വിടാം കേട്ടോ. പഴയ മോപ്പിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി, അതല്ലെങ്കിൽ പൈപ്പിൻ്റെ കുഴലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ടൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലൂസ് ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഈർക്കിളി എല്ലാം കൂടി ഇങ്ങനെ കുട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഈ ബാക്കിയുള്ള ഈർക്കിളി എല്ലാം കൂടെ ഞാനൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം കൂടെ ചേർത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സൂത്രത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായമായ നമ്മുടെ പാരൻസൊക്കെ മുറ്റടിക്കുന്ന സമയത്ത് നടുവേദനയാണ്, അയ്യോ എനിക്ക് മുറ്റടിക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചൂലാണ് കേട്ടോ ഇത്. ഇങ്ങനെ മുറ്റടിക്കുമ്പം നടുവ് വളയ്ക്കുകയോ കുനിക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പ്രായമായ പാരൻസിനൊക്കെ ഇതുപോലെ നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തു നോക്കും കേട്ടോ. അവർക്ക് സന്തോഷമാകും. അപ്പോൾ ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് കുറേ നാളിങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഈർക്കിളിയൊക്കെ ഒന്ന് തേഞ്ഞ് തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ഹോളിൽ കൂടി ഈർക്കിളി ഒന്ന് കടത്തി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇനി ലാസ്റ്റത്തെ ടിപ്പാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വേറൊന്നുമല്ല, നമ്മുടെ കുരുമുളക് ചെടിയുടെ ആ ഒരു തണ്ടുവിലേക്ക് കൂടിയാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് നല്ലപോലെ കുരുമുളക് കായ്ക്കുന്ന ആ ഒരു ചെടിയുടെ ഒന്നും പോയിട്ട് പറിച്ചുകൊണ്ട് വരണ്ട. റബ്ബർ തോട്ടത്തിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇതുപോലെ കുറേ കായ്ക്കാത്ത ഇങ്ങനെ തണ്ട് തന്നെയായിട്ട് ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലാണ്ട് കായ്ക്കുന്ന കുരുമുളകിൻ്റെ ചോട്ടിൽ പോയിട്ട് പറിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം ഞാനിത് കുറച്ചിത് ഒരു പിടിയോളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇല വേണ്ട കേട്ടോ. നമുക്കിതിൻ്റെ ഒരു തണ്ട് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് കഴുകിയിട്ടൂടെ എടുക്കണേ. ഇനി കഴുകിയെടുത്ത് ഈ കുരുമുളകിൻ്റെ തണ്ട് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കണം. അപ്പം ഞാനിങ്ങനെ അരകല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റയടിക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഞെരടി ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഈ ചെമ്പരത്തി താളിയൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കൊഴുത്ത ഒരു വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അത് ഞെക്കി പിഴിഞ്ഞ് ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് പിഴിഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാവേ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ദേഹത്തൊക്കെ തേക്കാൻ, ചൊറിയും ചെരങ്ങും അങ്ങനെയൊക്കെയുള്ള സ്കിന്നിൽ എന്തെങ്കിലും അലർജിയോ അസ്വസ്ഥതയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ തേച്ച് കുളിക്കുന്നത് ഒത്തിരി നല്ലതാണ്.
അപ്പോൾ ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വെള്ളം നല്ല കൊഴുത്ത ഒരു വെള്ളമാണ് കേട്ടോ, ഇത് താളിയൊക്കെ പോലെ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം. വേറൊന്നിനുമല്ല, നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണിത്. ഇത് തലയോട്ടിയിൽ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. താളി പോലെ തന്നെയാണ് നമ്മുടെ സ്കാൾപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആകും. താരനൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്കത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വെറുതെ കെമിക്കലുകളുടെ പുറകെ പോയിട്ട് മുടിയൊക്കെ ഉള്ളതും കൂടെ കളയുന്നതിലും ഭേദമാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക.